ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുട്ടി ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ല. 2 വായ കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് ഒട്ടും തടിയില്ല എന്ന് വിഷമിക്കുന്ന അമ്മമാരാണോ നിങ്ങൾ? കുട്ടികൾ കുറഞ്ഞ അളവിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആ ചെറിയ അളവിൽ കൂടുതൽ പോഷകങ്ങളും ഉയർന്ന കലോറിയും അടങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ആരോഗ്യത്തോടെ വണ്ണം വയ്ക്കാൻ സാധിക്കും. വലിയ അളവിൽ ചോറ് വാരി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ കുറഞ്ഞ അളവിൽ കഴിച്ചാൽ പോലും കുട്ടികൾ നല്ലതുപോലെ വണ്ണം വയ്ക്കാനും ശരീരത്തിന് നല്ല ബലം നൽകാനും സഹായിക്കുന്ന 5 സൂപ്പർ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിന് ഇത് വളരെ പ്രയോജനപ്പെടും. ആദ്യത്തെ ഭക്ഷണം നമുക്കെല്ലാം അറിയാവുന്ന നേന്ത്രപ്പഴമാണ്. വണ്ണം വയ്ക്കാൻ ഇതിലും മികച്ച മറ്റൊരു പഴമില്ല. കൊടുക്കേണ്ട രീതി പറഞ്ഞു തരാം. നേന്ത്രപ്പഴം വെറുതെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് ചെറിയ കഷ്ണങ്ങളാക്കി നെയ്യിൽ നന്നായി വഴറ്റി കൊടുക്കുന്നതാണ്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ കായ വറുത്ത പൊടി കഞ്ഞി രൂപത്തിൽ കാച്ചി കൊടുക്കാം. ഗുണം പറഞ്ഞു തരാം. ഇതിൽ ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റും കലോറിയും അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് ആരോഗ്യകരമായ തടി നൽകും. കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും എങ്ങനെ നൽകാം? ഉരുളക്കിഴങ്ങോ മധുരക്കിഴങ്ങോ നന്നായി പുഴുങ്ങി ഉടച്ച് അതിൽ അല്പം വെണ്ണയോ നെയ്യോ ചേർത്ത് കുട്ടികൾക്ക് നൽകാം. വൈകുന്നേരങ്ങളിൽ സ്നാക്സായി ഇത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഗുണം പറഞ്ഞു തരാം. ഇതിലടങ്ങിയിരിക്കുന്ന അന്നജം, അതായത് സ്റ്റാർച്ച്, കുട്ടികളുടെ ശരീരഭാരം വളരെ വേഗത്തിൽ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. 3ാമത്തെ കാര്യം ഭക്ഷണത്തിൽ നെയ്യ് അല്ലെങ്കിൽ വെണ്ണ ഉൾപ്പെടുത്തുക എന്നതാണ്. കുട്ടികളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ്, അതായത് ഹെൽത്തി ഫാറ്റ്സ് വളരെ അത്യാവശ്യമാണ്. ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു തരാം. കുട്ടികൾക്ക് കൊടുക്കുന്ന ചോറിലോ ദോശയിലോ കഞ്ഞിയിലോ അല്ലെങ്കിൽ ഉപ്പുമാവിലോ 1 ടീസ്പൂൺ ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ നെയ്യ് ചേർത്താൽ പോലും ഇത് ഭക്ഷണത്തിലെ കലോറി ഇരട്ടിയാക്കും. ഇത് കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയെയും എല്ലുകളുടെ ബലത്തിനും തടി വയ്ക്കാനും ഒരുപോലെ നല്ലതാണ്. 4ാമതായി കുട്ടികൾക്ക് നൽകേണ്ടത് നല്ല കലോറിയും പ്രോട്ടീനും അടങ്ങിയ നട്ട്സാണ്. പ്രത്യേകിച്ച് നിലക്കടല, ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവ. നിലക്കടല ശർക്കര ചേർത്ത് മിഠായി രൂപത്തിൽ വൈകുന്നേരം കൊടുക്കാം. അല്ലെങ്കിൽ ബദാമും അണ്ടിപ്പരിപ്പും നന്നായി പൊടിച്ച് പാലിൽ ചേർത്ത് നൽകാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പീനട്ട് ബട്ടർ ചപ്പാത്തിയിലോ ബ്രെഡിലോ പുരട്ടി നൽകുന്നതും വളരെ നല്ലതാണ്. 5ാമത്തെ കാര്യം പാലുൽപ്പന്നങ്ങളാണ്. കുട്ടികൾക്ക് ടോണിക് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണിത്. കുട്ടികൾക്ക് എപ്പോഴും കൊഴുപ്പ് മാറ്റാത്ത കട്ടിപ്പാൽ നൽകാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ദോശയോ ചപ്പാത്തിയോ ഉണ്ടാക്കുമ്പോൾ ഇതിനു മുകളിൽ അല്പം ചീസ് ചിരകി ഇട്ട് കൊടുക്കാം. ഗുണം പറഞ്ഞു തരാം. ചീസിൽ ഉയർന്ന അളവിൽ കലോറിയും പ്രോട്ടീനും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കിത് കഴിക്കാൻ വളരെ ഇഷ്ടവുമായിരിക്കും. ഒപ്പം ശരീരഭാരവും കൂടും. അപ്പോൾ നിങ്ങളുടെ കുട്ടി കുറച്ചേ കഴിക്കുന്നുള്ളൂ എങ്കിൽ വിഷമിക്കേണ്ട. ഈ പറഞ്ഞ 5 ഭക്ഷണങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തൂ. അത് അവരുടെ ശരീരത്തിന് ആവശ്യമായ കലോറിയും ആരോഗ്യവും നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.